ഒരു MLA ആയിരുന്ന ഒരാൾ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല, ഒരു MLA ആയിരുന്ന ഒരാൾ ഒരു കോർപ്പറേഷൻ വാർഡിലേക്ക് വന്ന് മത്സരിക്കുന്നു. MLA എല്ലാ കോൺഗ്രസ്സുകാരുടെയും മനസ്സിലെ ആഗ്രഹം എന്താണ്? MLA ആകുക, മന്ത്രിയാകുക, മുഖ്യമന്ത്രിയാകുക, പ്രധാനമന്ത്രിയാകാൻ പറ്റുമെങ്കിൽ അതാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളാണ് ഉള്ളവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ, ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ശബരിനാഥിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഒരു സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിലോ KSUവിലോ വരുന്ന ഏതൊരാളും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന MLA സ്ഥാനത്തേക്കാണ്. അവിടെ അയാൾക്ക് MLA ആയി മത്സരിക്കാനുള്ള സകല യോഗ്യതയുണ്ട്. ഇപ്പോൾ ചോദിച്ചാലും പാർട്ടി ഒരു സീറ്റ് കൊടുക്കാൻ ഒന്നുകിൽ ആരിനാടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടാൻ അർഹതയുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പാർട്ടിയുടെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ശബരി കാണിച്ച ആ ധൈര്യം, ഒരു മുറിവുറുപ്പും ഇല്ലാതെ, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു മുറിവുറുപ്പും ഇല്ലാതെ ഞാനല്ലേ MLA ആയിരുന്നു, 7 വർഷത്തോളം ഞാൻ MLA ആയിരുന്നു, എന്നെ വീണ്ടും ഇവിടെ കൊണ്ട് ഈ ലോക്കലിലേക്ക് കൊണ്ടിടുവാണോ എന്നൊക്കെ ഉള്ള ചോദ്യമൊന്നുമില്ല. പക്ഷേ അയാളത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് മത്സരിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ എത്ര സീറ്റ് ജയിച്ചാലും, ഒരു 20 സീറ്റിൽ എത്ര കൂടിയത് വന്നാലും ഭരണം പിടിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു 20 സീറ്റിന് മേളിലോട്ട് കോൺഗ്രസ് എത്ര പിടിച്ചാലും അത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സൂചനയായിട്ട് കാണേണ്ടി വരും.